വെൽക്കം ടു മൈ ചാനൽ ആഷുൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ടിപ്പുമായാണ്. നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ആരോഗ്യം കാത്തു പരിപാലിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതായിരിക്കണം. അങ്ങനെ ആരോഗ്യകരമായ ഭക്ഷണങ്ങളുടെ ലിസ്റ്റിൽ ആദ്യം വരുന്ന ഒന്നാണ് സാലഡുകൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും അത് തന്നെയാണ്. സാലഡുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത് രോഗമുള്ളവർക്കും കഴിക്കാവുന്ന മാത്രമല്ല ഇവ തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. സാലഡിന്റെ ആരോഗ്യ ഗുണങ്ങൾ പലതാണ്. മിക്കവാറും സാലഡുകളിൽ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളുമെല്ലാം ധാരാളം ഉപയോഗിക്കും. വേവിക്കാത്തത് കൊണ്ട് തന്നെ ആരോഗ്യ ഗുണങ്ങൾ ഇരട്ടിയാവുകയും ചെയ്യും. ഇന്ന് നമ്മുടെ തീൻമേശയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് സാലഡ്. സംസ്കരിക്കാത്ത ആഹാര പദാർത്ഥങ്ങളുടെ, പ്രത്യേകിച്ച് പച്ചക്കറികളുടെയും ഇലക്കറികളുടെയും പഴങ്ങളുടെയും ഒക്കെ സമ്മിശ്രമായ ഒരു പോഷക കൂട്ടായ്മയാണ് സാലഡ്. ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളുടെ ഒരു മിക്സ്ചർ എന്ന നിലയിൽ സാലഡ് മികച്ചൊരു ഭക്ഷണം തന്നെയാണ്. സാലഡ് എപ്പോൾ കഴിക്കണമെന്നതിനെ കുറിച്ച് പലർക്കും സംശയമുണ്ടാകാം. എന്നാൽ നിത്യവും രാത്രിയിൽ അത്താഴത്തിനൊപ്പം 1 കപ്പ് സാലഡ് കഴിക്കുന്നതാകും ഉത്തമം. സാലഡിലെ വിഭവങ്ങൾ ഓരോ ദിവസവും മാറി മാറി ചേർക്കുന്നത് നല്ലതാണ്. ഒരേ തരം വസ്തുക്കൾ കഴിക്കുന്നതിലെ വിരസത ഒഴിവാക്കാൻ ഇത് സഹായിക്കും. വേനൽക്കാലത്ത് സാലഡിന്റെ ഉപയോഗം കൂട്ടുന്നത് ജലാംശം നഷ്ടപ്പെടുന്നത് തടയാൻ ഏറെ സഹായകരമാണ്. വിവിധ തരം സാലഡുകൾ ഇന്നുണ്ട്. സ്വീറ്റ് സാലഡ്, ഗ്രീൻ സാലഡ്, വെജിറ്റബിൾ സാലഡ്, ഇങ്ങനെ നിരവധി സാലഡുകളുണ്ട്. ഭക്ഷണശീലങ്ങളിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ അളവിൽ മികച്ച ആരോഗ്യം നൽകുന്ന പോഷക സമ്പന്നമായ സാലഡുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ധാരാളം പോഷകങ്ങളും നാരുക്കളും ജലാംശവും ശരീരത്തിൽ എത്തുന്നത് വഴി സാലഡ് ഒരു ഉത്തമ വിഭവമാണ്. പൊണ്ണത്തടി, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ സാലഡ് കഴിക്കുന്നത് ഗുണം ചെയ്യും. അധികം കാലറികൾ ഇല്ലാതെ വയർ നിറയ്ക്കാം എന്നത് സാലഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. വേവിക്കാത്തതിനാലും സംസ്കരിക്കാത്തതിനാലും ഇവയിലെ പോഷകങ്ങൾ, ജീവകങ്ങൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുടെ മൂല്യം നഷ്ടപ്പെടുന്നില്ല. നാരുകളുടെ സ്വാഭാവിക ഗുണത്തിനും മാറ്റം വരുന്നില്ല. കൊഴുപ്പിന്റെ ആഗിരണം കുറയ്ക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നില്ല എന്നതും മെച്ചമാണ്. സാലഡ് കഴിക്കുന്നത് മൂലം കാലറിയുടെ അളവിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകുന്നില്ല. 1 കപ്പ് സലാഡിൽ ഏതാണ്ട് 50 കലോറി ഊർജം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒറ്റമൂലി കൂടിയാണ് സാലഡ്. സാലഡ് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറികളിലെയും ഇലക്കറികളിലെയും കീടനാശിനി പ്രയോഗം ഉയർന്നതിനാൽ നന്നായി കഴുകിയ ശേഷം ഉപ്പിലോ മഞ്ഞൾപ്പൊടിയിലോ വിനാഗിരിയിലോ 1 മണിക്കൂറിലേറെ ഇട്ടുവെക്കണം. അതിനുശേഷം വീണ്ടും നന്നായി വൃത്തിയാക്കിയേ ഉപയോഗിക്കാവൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാലഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അധികം ടൈം വേണ്ട. എന്നാൽ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതുമാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും നമ്മുടെ ഫുഡിൽ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ കൂടെ നമുക്ക് ഒരു കപ്പ് സാലഡും കൂടി ഇനി മുതൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായി ഉണ്ടാക്കുന്ന ഒരു സാലഡ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സ്പ്രൗട്ട് സാലഡാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയറാണ്. മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ഒരു സാലഡാണ്. നമുക്കൊക്കെയും അറിയാം ചെറുപയറിന് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. അതിൽ തന്നെ മുളപ്പിച്ച ചെറുപയറാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിക്കുകയും ചെയ്യും. നമ്മൾ ദിവസവും രാവിലെ ഒരു പിടി മുളപ്പിച്ച ചെറുപയർ ഭക്ഷണത്തിൽ ശീലമാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് നമുക്ക് വേവിച്ചോ അല്ലാതെയോ കഴിക്കാം. വേവിക്കാതെ കഴിച്ചാൽ ഗുണം ഇരട്ടിക്കും. മുളപ്പിച്ച ചെറുപയർ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ്. നമ്മുടെ മസിലുകളുടെയും കോശങ്ങളുടെയും വളർച്ചയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോട്ടീൻ. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭ്യമാകാൻ ഈ ഒരു സാലഡ് കഴിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങൾ പൊതുവെ ഗ്യാസിന് കാരണമാകുമെങ്കിലും ഇങ്ങനെ മുളപ്പിച്ച് കഴിക്കുന്നത് വഴി അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ധാരാളം നാരുകൾ അടങ്ങിയ ചെറുപയർ കുടലിന്റെ ആരോഗ്യത്തിന് അത്യുത്തമമാണ്. മുളപ്പിച്ച ചെറുപയർ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കാൻ ഏറെ നല്ലതാണ്. ശരീരത്തിലെ ടോക്സിനുകളാണ് ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ അകറ്റി നിർത്താൻ ആരോഗ്യകരമായ ഈ ഭക്ഷണത്തിന് സാധിക്കും.
അതുപോലെ തന്നെ ശരീരത്തിന് പോഷകക്കുറവ് അനുഭവപ്പെടാതെ തന്നെ തടി കുറയ്ക്കാൻ പറ്റിയ ഉത്തമമായ ഒരു മാർഗം കൂടിയാണ് മുളപ്പിച്ച പയർ കൊണ്ടുള്ള സാലഡ്സ്. അപ്പോൾ നമുക്ക് സ്പ്രൗട്ട് സാലഡിനുള്ള സ്പ്രൗട്ട് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. നമുക്ക് ആവശ്യമുള്ള ചെറുപയർ എടുത്ത് വെള്ളത്തിൽ 10-12 മണിക്കൂർ കുതിരാൻ വെക്കുക. അതിനുശേഷം വെള്ളം മുഴുവനായും ഊറ്റിക്കളഞ്ഞ് ഒരു വൃത്തിയുള്ള വെള്ള തുണിയിലോ അല്ലെങ്കിൽ എയർ ടൈറ്റഡ് കണ്ടെയ്നറിലോ ഈ പയർ മുഴുവനും ഇട്ട് വെക്കാം. 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് മുളച്ചു വന്നതായി കാണാം. ഇതുപോലെ എല്ലാം നന്നായി മുളച്ചു വരുന്നതായിരിക്കും. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. മുളച്ചു വന്നതായതുകൊണ്ട് തന്നെ ഇതിനധികം വേവ് വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ കുക്കറിൽ ഒരു 1 വിസിൽ മതിയാവും. അങ്ങനെ വേവിച്ചെടുത്ത പയറാണിത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വെജിറ്റബിൾസ് ആണ്. അത് നമ്മുടെ ആവശ്യത്തിനും ടേസ്റ്റിനും അനുസരിച്ചൊക്കെ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞ കുക്കുംബർ, ക്യാരറ്റ്, പച്ചമുളക്, തക്കാളി, ഉള്ളി, അല്പം മല്ലിയില. ഇനി വേണ്ടത് ഉപ്പും ചാട്ട് മസാലയുമാണ്. ചാട്ട് മസാല ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് പകരം നിങ്ങൾക്ക് പെപ്പർ പൗഡർ ഉപയോഗിക്കാം. ഇനി നമുക്ക് വേവിച്ച് മാറ്റിവെച്ച പയറിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഈ എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും മുഴുവനായിട്ടതിന് ശേഷം ടേസ്റ്റിനുള്ള ചാട്ട് മസാല, അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായ ഉപ്പും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സ്പ്രൗട്ട് സാലഡ്സ് റെഡിയായി. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും കൂടിയാണ് ഇതിൻ്റെത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സാലഡാണ്. ഗുണങ്ങളാണെങ്കിൽ ഒട്ടേറെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി നമ്മുടെ തീൻമേശയിൽ ഇതുപോലുള്ള സാലഡ്സിനും ഒരിടം കൊടുക്കാം. അതുവഴി നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. അപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം.